പഴമയുടെ പ്രൗഢിയും ചരിത്രത്തിന്റെ അവശേഷിപ്പുമായി എറണാകുളത്തെ കടവുംഭാഗം സിനഗോഗിൽ വീണ്ടും വിളക്കുകൾ തെളിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂത സമൂഹമായ മലബാർ ജൂതരുടെ സിനഗോഗ് ഇനി എന്നും പെരുമയോടെ തല ഉയർത്തി നിൽക്കും. കാലങ്ങൾക്ക് മുൻപ് AD 1200 ജൂതരുടെ പ്രാർത്ഥനാലയമായ സിനഗോഗ് സ്ഥാപിതമായത്. ജൂതസമൂഹത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച കൊച്ചി. ഒടുവിൽ കൊച്ചിയിലെ ജൂതവംശജരുടെ എണ്ണം കുറഞ്ഞതോടെ സിനഗോഗിനും കാലം പോറലേൽപ്പിച്ചു. പന്ത്രണ്ട് വർഷം മുൻപ് തുടങ്ങിയ നവീകരണമാണ് ഇപ്പോൾ പൂർത്തിയായത്. സിനഗോഗ് സ്ഥാപിക്കാൻ എന്ന പോലെ നവീകരിക്കാനും നാനാവിഭാഗങ്ങളുടെ സഹകരണം കരുത്തായി. പുനർനിർമ്മാണത്തിൽ പങ്കാളികളായവർക്ക് നന്ദി അർപ്പിക്കാൻ കൂടിയാണ് ഇന്നലെ ജൂതസമൂഹം ഒത്തുചേർന്നത്. ഇത് 1200 പണിത സിനഗോഗാണ്. ജോസഫ് റബ്ബാന്റെ മൂത്ത മകൻ പണിത സിനഗോഗാണ്. 1700 വീതം പുതുക്കി പണിതു. 1972 ഇത് ക്ലോസ് ചെയ്തു. ലാക്ക് ഓഫ് മിനിയാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കർമ്മം നടത്തണമെങ്കിൽ 10 പേര് വേണം. ഞാൻ 1978 ഡിസ്ട്രിക്ട് കോടതിയിൽ ആദ്യം എൻഗേജ് ചെയ്ത് എന്നെ റിസീവറാക്കിയത്. പള്ളിക്ക് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിക്കുമ്പോൾ പലരും ദൈവം അവരിൽ കൂടെ, അത് ഹിന്ദു എന്നല്ല, ക്രിസ്ത്യാനി എന്നല്ല, മുസ്ലിം എന്നല്ല, അവരിലൂടെ ഞാൻ ഇത് പൂർത്തീകരിച്ചു. ജൂതരിൽ നല്ലൊരു വിഭാഗം ഇസ്രായേലിലേക്ക് തിരികെ മടങ്ങിയതോടെ സിനഗോഗിലെ ശുശ്രൂഷകൾ നിലച്ച് സഫർ തെറ എന്ന് വിളിക്കപ്പെടുന്ന പ്രാർത്ഥനാ ചുരുൾ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് സഫർ തെറ തിരികെ എത്തിച്ചു. അലങ്കാര വിളക്കുകൾ തൂക്കി ജൂതവചനങ്ങൾ എഴുതി സിനഗോഗ് വീണ്ടും തലയെടുപ്പിലേക്ക്. അമേരിക്കൻ കോൺസൽ ജനറൽ ഉൾപ്പെടെയുള്ളവർ പഴമയുടെ പ്രൗഢി നിറഞ്ഞ വിളക്കുകൾ വീണ്ടും തെളിയിക്കുന്ന ചടങ്ങിന് എത്തിയിരുന്നു. പ്രായപൂർത്തിയായ 10 പേരെങ്കിലും ഉണ്ടെങ്കിലേ ജൂതരുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർണ്ണമായ രീതിയിൽ നടത്താൻ പറ്റൂ. എങ്കിലും ചരിത്രത്തിന്റെ വെളിച്ചമായി കടവുംഭാഗം സിനഗോഗിലെ വിളക്കുകൾ വീണ്ടും മിഴി തുറന്നപ്പോൾ കൊച്ചിയുടെ ചരിത്രം കൂടിയാണ് തെളിയുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നമുക്കിപ്പം പ്രദീപ് ജോസഫ് ചേർന്നുണ്ട്. പ്രദീപ്, സിനഗോഗിൽ വീണ്ടും വിളക്കുകൾ തെളിഞ്ഞിരിക്കുകയാണ്. ചരിത്ര പെരുമയോടെ തലയുയർത്തി നിൽക്കുകയാണല്ലേ? നമുക്കറിയാം, വിവിധ നാടുകളിൽ നിന്ന് അഭയം തേടി എത്തിയവരെല്ലാം ഇരുകൈയും നീട്ടി സ്വീകരിച്ച നാടാണ് നമ്മുടേതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൊച്ചി. ഇസ്രയേലിൽ നിന്നെത്തിയ ഈ ജൂതന്മാരെ ഇരുകൈയും നീട്ടിയാണ് അന്നത്തെ നമ്മുടെ ഭരണാധികാരികൾ സ്വീകരിച്ചത്. അവർക്ക് പ്രാർത്ഥനാ സൗകര്യങ്ങൾ ഒരുക്കി. അങ്ങനെയാണ് ഈ കടവുംഭാഗം സിനഗോഗ് സ്ഥാപിതമാകുന്നത്. 3 സിനഗോഗുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് കൊച്ചിയിൽ, മറ്റൊന്ന് എറണാകുളം മാർക്കറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കടവുംഭാഗം സിനഗോഗ്, മറ്റൊന്ന് മുനമ്പത്തെ സിനഗോഗ്. ഇതിൽ ഈ കടവുംഭാഗം സിനഗോഗ് ഏറെക്കാലമായി നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, അധികം ജൂതന്മാരൊന്നുമില്ല ഇവിടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒന്നുമായി എത്താൻ. ഇവരുടെ ഒരു നിയമം അനുസരിച്ച് തന്നെ 10 പേരുണ്ടെങ്കിലേ പൂർണ്ണമായ തോതിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ടൂറിസ്റ്റുകൾ വരുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകൾക്കൊക്കെ വേണ്ടി ആളുകൾ വരുമ്പോൾ അങ്ങനൊരു അവസരത്തിൽ മാത്രമാണ് പൂർണ്ണമായ തോതിൽ പ്രാർത്ഥനകൾ നടക്കാറുള്ളത്. അതല്ലെങ്കിൽ 1-2 പേർക്ക് ചൊല്ലാവുന്ന ചെറിയ രീതിയിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെയാണ് നടക്കുന്നത്. എന്തായിരുന്നാലും ഈ സിനഗോഗ് ഇങ്ങനെ കിടന്ന് നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഇതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി എലിയാസ് ജോസഫായുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 12 വർഷം മുൻപാണ് നവീകരണ പ്രവർത്തനം തുടങ്ങിയത്. ഈ ഒരു നവീകരണ പ്രവർത്തനത്തിന് ജാതി മതഭേദമന്യേ എല്ലാ സമൂഹങ്ങളുടെയും, എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സിനഗോഗ് കഴിഞ്ഞ ദിവസം വീണ്ടും സമർപ്പിച്ചത്. അതിൻ്റെ നന്ദി പ്രകാശന ചടങ്ങ് കൂടിയായിരുന്നു നടന്നത്. ഇസ്രായേലിൽ നിന്നുള്ള ജൂതന്മാർ ഉൾപ്പെടെ, കൂടാതെ അമേരിക്കൻ കോൺസുലേറ്റ് ജനറൽ ഉൾപ്പെടെ നിരവധി പ്രമുഖരായ ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. പങ്കെടുത്ത പലർക്കും ഒരുപാട് ഓർമ്മകളായിരുന്നു പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. കാരണം ഇങ്ങനെയൊരു സിനഗോഗ് ഇത്രയും കാലമായി നഗര മധ്യത്തിൽ മറ്റൊരു രാജ്യത്ത്, അതായത് കൊച്ചി പോലുള്ളൊരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സംഭവം ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നേ ഇല്ല. എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെ ആ സിനഗോഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേലി ശൈലിയിലുള്ള അലങ്കാര വിളക്കുകൾ, ചുവരെഴുത്തുകൾ, ബൈബിൾ വചനങ്ങൾ, അങ്ങനെ ശരിക്കും നമ്മൾ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇസ്രായേലിലെ അല്ലെങ്കിൽ മറ്റ് ഈ യഹൂദന്മാർ ജീവിക്കുന്ന ഒരു രാജ്യത്തെ സിനഗോഗിനുള്ളിൽ കയറുന്നത് പോലുള്ളൊരു തോന്നലാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അങ്ങനെ ശില്പഭംഗി കൊണ്ട് അത് ശ്രദ്ധേയമാണ്. അതിൻ്റെ പുനർനിർമ്മാണത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം കൊണ്ട് അത് ശ്രദ്ധേയമാണ്. എന്തായിരുന്നാലും കാലങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിയ ജൂത സമൂഹത്തെ എങ്ങനെയാണോ ഇരുകൈയും നീട്ടി അന്നത്തെ ഭരണാധികാരികളും ജനങ്ങളുമൊക്കെ സ്വീകരിച്ചത്, അഭയം നൽകിയത്, അതിന്റെ ഓർമ്മകൾ തുടിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായി. ചരിത്രം പേറുന്ന ഒരു നിമിഷം തന്നെയാണ്.